പ്രിയമുള്ളവരെ, വചനജ്വാല 1661 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 19 വ്യാഴാഴ്ച 50 നോമ്പ് 33 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ ജെറമിയായുടെ പുസ്തകം 33 അധ്യായം 14 മുതൽ 26 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്ന ദിവസം ഇതാ സമാപിച്ചിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ആ നാളിൽ ആ സമയത്ത് ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് നീതിമാനായ ഒരു മുളയെ ഞാൻ കിളിർപ്പിക്കും. അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. അപ്പോൾ യൂദ രക്ഷിക്കപ്പെടുകയും ജെറൂസലേം ഭദ്രമായിരിക്കുകയും ചെയ്യും. നമ്മുടെ നീതി കർത്താവ് എന്ന് വിളിക്കപ്പെടും. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ സിംഹാസനത്തിലിരിക്കാൻ ദാവീദിന്റെ ഒരു സന്തതി എന്നും ഉണ്ടായിരിക്കും. എൻ്റെ സന്നിധിയിൽ ദഹനബലിയും ധാന്യബലിയും അനുദിന ബലികളും അർപ്പിക്കാൻ ലേവി പുരോഹിതനും ഉണ്ടായിരിക്കും. ജെറമിയയ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. കർത്താവ് അരുളി ചെയ്യുന്നു, പകലും രാത്രിയും ഇല്ലാതാകത്തക്ക വിധം പകലിനോടും രാത്രിയോടും ഉള്ള എൻ്റെ ഉടമ്പടി ലംഘിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രമേ എൻ്റെ ദാസനായ ദാവീദിനോടും എൻ്റെ ശുശ്രൂഷകരായ ലേവ്യരോടും ഉള്ള എൻ്റെ ഉടമ്പടിയും ലംഘിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ മാത്രമേ തൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കാൻ ദാവീദിന് ഒരു സന്തതി ഇല്ലാതെ വരികയുള്ളൂ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണമറ്റവയും കടൽപ്പുറത്തെ മണൽത്തരികൾ അളവില്ലാത്തവയും ആയിരിക്കുന്നത് പോലെ എൻ്റെ ദാസനായ ദാവീദിന്റെ സന്തതികളെയും എന്നെ ശുശ്രൂഷിക്കുന്ന ലേവ്യ പുരോഹിതന്മാരെയും ഞാൻ വർദ്ധിപ്പിക്കും. കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു, ഞാൻ തിരഞ്ഞെടുത്ത ഇരുഭവനങ്ങളെയും കർത്താവ് പരിത്യജിച്ചിരിക്കുന്നു എന്ന് ഈ ജനതകൾ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? അവർ എൻ്റെ ജനത്തെ അവഹേളിക്കുന്നു. എൻ്റെ ജനത്തെ ഒരു ജനതയായി അവർ പരിഗണിക്കുന്നതേയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പകലിനോടും രാത്രിയോടും ഉടമ്പടി ചെയ്തിട്ടില്ലെങ്കിൽ, ആകാശത്തിനും ഭൂമിക്കും നിയമം നൽകിയില്ലെങ്കിൽ മാത്രമേ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതികളെ ഭരിക്കാൻ യാക്കോബിൻ്റെയും എൻ്റെ ദാസനായ ദാവീദിൻ്റെയും സന്തതിയെ തിരഞ്ഞെടുക്കാതെ ഉപേക്ഷിക്കുകയുള്ളൂ. ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും അവരുടെ മേൽ കരുണ ചൊരിയുകയും ചെയ്യും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ യൗസേപ്പിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. യൗസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ നമ്മളുടെ എല്ലാ ഇടവകകളിലും ഏറ്റവും ഭംഗിയായി ആചരിക്കുന്ന പൊൻസുദിനം കൂടെയാണ്. ദാവീദിന്റെ വംശത്തിൽ നിന്ന് യാക്കോബിന്റെ മകനായി വിശുദ്ധ യൗസേപ്പ് ജനിച്ചുവെന്ന് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുത്രനായ ഈശോയെ വളർത്താനും കന്യകാമറിയത്തെ സംരക്ഷിക്കാനും ഏൽപ്പിച്ചത് വിശുദ്ധ യൗസേപ്പിനെയാണ്. മറിയവും താനും വിവാഹ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് മറിയം ഗർഭിണിയായിരിക്കുന്നുവെന്ന് കണ്ട യൗസേപ്പ് തൻ്റെ ഭാര്യയ്ക്ക് അപമാനം വരുത്തിവെക്കാതിരിക്കാൻ രഹസ്യമായി ഭാര്യയെ ഉപേക്ഷിക്കാൻ മാത്രം നിശ്ചയിച്ചു. യൗസേപ്പ് നീതിമാനായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് സുവിശേഷകൻ പറയുന്നു. തന്റെ പരിശുദ്ധ ഭാര്യയെ സംശയിച്ചപ്പോഴും ഹെറോദേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോഴും അവിടെ നിന്ന് നസറത്തിലേക്ക് മടങ്ങേണ്ട ഘട്ടം വന്നപ്പോഴും ഒരു മാലാഖ വഴി യൗസേപ്പിനെ സന്ദേശം ലഭിക്കുകയാണ് ഉണ്ടായത്. ആ സന്ദേശങ്ങൾ അത്ര
മാധുര്യമുള്ളവയല്ല എങ്കിലും പൂർണ്ണ സന്തോഷത്തോടെ അവ സ്വീകരിച്ചുകൊണ്ട് താൻ നീതിമാനാണെന്ന പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യത്തിന് തെളിവ് നൽകിയിരിക്കുന്നു. ശിശുവായ ഈശോയുടെ ദരിദ്ര ജനനത്തിലും ഈജിപ്തിലേക്കുള്ള പലായനത്തിലും 12 വയസ്സുള്ളപ്പോൾ ഈശോയെ കാണാതായതിലും യൗസേപ്പ് അനുഭവിച്ച മനോവേദന പ്രയോജനപൂർവം നമുക്ക് ധ്യാനിക്കാവുന്നതാണ്. ഈശോയെ കാണുകയും കേൾക്കുകയും മാത്രമല്ല, സ്വകരങ്ങളിൽ സംവഹിക്കുകയും ആശ്ലേഷിക്കുകയും അവസാനം അവിടത്തെയും പരിശുദ്ധ ജനനിയുടെയും സ്നേഹ ശുശ്രൂഷകൾ സ്വീകരിച്ച് മരിക്കുകയും ചെയ്തത് എത്ര മഹാഭാഗ്യം! ഔസേപ്പ് നന്മരണ മധ്യസ്ഥനും കന്യകകളുടെ കാവൽക്കാരനും തൊഴിലാളികളുടെ ആശ്രയവും തിരുസഭയുടെ സംരക്ഷകനുമാണ്. ഈശോയ്ക്ക് 15 വയസ്സുള്ളപ്പോൾ യൗസേപ്പ് മരിച്ചുവെന്നാണ് പാരമ്പര്യം. ദൈവഹിതത്തിന്റെ നിറവേറലുകളുടെ മുൻപിൽ വിശുദ്ധ യൗസേപ്പിന്റെ മൗനം ശ്രദ്ധേയമാണ്. ദൈവഹിതത്തിന്റെ മുൻപിൽ സമ്പൂർണമായ സംലഭ്യതയുടെ മനോഭാവത്തോടെ ദൈവീക രഹസ്യങ്ങളുടെ ധ്യാനത്തിൽ വ്യാപരിച്ചുകൊണ്ടുള്ള ആഴമേറിയ മൗനം വിശുദ്ധ യൗസേപ്പ് അനുവർത്തിക്കുന്നു. വിശുദ്ധ യൗസേപ്പിന്റെ മൗനം ആന്തരിക ശൂന്യതയുടെ അടയാളമല്ല, പ്രത്യുത ഹൃദയത്തിൽ താൻ സംവഹിക്കുകയും തൻ്റെ എല്ലാ ചിന്തകളുടെയും പ്രവർത്തികളെയും നയിക്കുകയും ചെയ്ത വിശ്വാസത്തിന്റെ നിറവാണത്. ഈജിപ്തിൽ ക്ഷാമമുണ്ടായപ്പോൾ ഫറവോ രാജാവ് പ്രജകളോട് പറഞ്ഞു, യൗസേപ്പിന്റെ പക്കൽ പോകുവിൻ. ഇന്നത്തെ ആത്മീയ ദാരിദ്ര്യത്താലും മറ്റവശതകളാലും നമുക്ക് ആശ്രയിക്കാവുന്നത് വിശുദ്ധ യൗസേപ്പിനെ തന്നെയാണ്. ആവിലായിലെ വിശുദ്ധ ത്രേസ്യ പറയുന്നു, മഹാനായ വിശുദ്ധ യൗസേപ്പിനെ എൻ്റെ മധ്യസ്ഥനായി ഞാൻ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ മാധ്യസ്ഥത്തിന് ഞാൻ എന്നെ തന്നെ എല്ലാ കാര്യങ്ങളിലും സമർപ്പിക്കുന്നു. ഞാൻ ചോദിച്ചിട്ടുള്ള യാതൊന്നും ലഭിക്കാത്തതായി ഓർമ്മിക്കുന്നില്ല. യൗസേപ്പിന്റെ സഹായം അപേക്ഷിച്ച ഒരുവനും പുണ്യത്തിൽ അഭിവൃദ്ധിപ്പെടാത്തതായി ഞാൻ കേട്ടിട്ടില്ല. തന്നോട് പ്രാർത്ഥിക്കുന്നവരെയെല്ലാം അദ്ദേഹം അത്ഭുതകരമാം വിധം സഹായിക്കുന്നു. ആകയാൽ പ്രതീക്ഷാപൂർവകമായ സന്തോഷത്തോടെ യൗസേപ്പ് പിതാവിന്റെ തിരുനാൾ നമുക്ക് കൊണ്ടാടാം. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഈ മരണ തിരുനാൾ ദിവസം യൗസേപ്പ് പിതാവിനെ നന്മരണ മധ്യസ്ഥനും കന്യകകളുടെ കാവൽക്കാരനും തൊഴിലാളികളുടെ ആശ്രയവും തിരുസഭയുടെ സംരക്ഷകനും കുടുംബജീവിതങ്ങളുടെ മധ്യസ്ഥനുമായ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം നമുക്കും യാചിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ദിവസത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.